തിരുവനന്തപുരത്ത് ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയതോടെ നഗരത്തിലെ മുക്കിലും മൂലയിലുമാണ് യാത്രാ സൗകര്യം എത്തിയത്. വലിയ ബസ്സുകൾ വളയാനും തിരിയാനും ഒക്കെ സാധിക്കാത്തിടത്താണ് കുഞ്ഞൻ ഇലക്ട്രിക് ബസ് വഴി വെട്ടി തുറന്നത്. മന്ത്രിയുടെയും മേയറുടെയും പരസ്പര പോരിൽ ബസ് നഷ്ടമാകുമോ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാത്രക്കാരുടെ ആശങ്ക. പുഞ്ചക്കരി 46 KSRTCയുടെ ഇലക്ട്രിക് ബസ്സിലാണ് യാത്ര. നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ബസ്സിൽ പുഞ്ചക്കരിയിലേക്ക് പോവുകയാണ്. ഈ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. സാധാരണ ഓർഡിനറി ബസ്സുകളെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ പുതിയ ഇലക്ട്രിക് ബസ് വന്നപ്പോൾ വന്നിരുന്നു. പ്രത്യേകിച്ചും സുരക്ഷാ ക്യാമറകളുണ്ട്, ഫയർ എക്സ്റ്റിങ്ക്വിഷറുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ ശബ്ദമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് വാഹനം ഇങ്ങനെ ഓടുന്നത്. സ്ഥിരമായി ഈ ഇലക്ട്രിക് ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ വേഗം എത്തും. ഈ തുടങ്ങിയപ്പം 10 രൂപ ഉള്ളായിരുന്നു, ഇപ്പം പൈസയൊക്കെ കുറച്ച് കൂട്ടി. ഇപ്പൊ പൈസ കൂട്ടി. ഇപ്പൊ ആകെ ഒരു ബസ്സിന് മാത്രമേ 10 രൂപയുള്ളൂ. പൂന്തറയ്ക്ക് പോകുന്ന സർക്കുലർ അമ്പലത്ര വഴി പൂന്തറ എത്തിയിട്ട് ഭീമാപള്ളി വഴി കറങ്ങി തമ്പാനൂരെത്തും. ഗതാഗത മന്ത്രിയും മേയറും തമ്മിലൊരു വിവാദമൊക്കെ നടക്കുന്നുണ്ട് ഈ ബസ്സിന്റെ പേരിലൊക്കെ. എന്താ നിങ്ങളുടെ ഒരു സ്ഥിരം യാത്ര ചെയ്യുന്നവരുടെ? ഇത് നല്ലതാണ്. ഈ ബസ് വേണം, നിർത്താൻ പാടില്ല. ഈ ഇലക്ട്രിക് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ എന്താ ഒരു വിദ്യാർത്ഥിയാണ്? യാത്ര മറ്റു ബസ്സുകൾ അപേക്ഷിച്ച് നല്ല സുഖമായ യാത്രയാണ്. സ്മൂത്തായിട്ട് നമുക്ക് പോകാനായിട്ട് കഴിയും. ചെറിയ ചെറിയ റൂട്ടുകളിലെല്ലാം ഇപ്പോൾ ബസ് പോകുന്നുണ്ട്. അത് വലിയ ഒരു കാര്യം തന്നെയാണ്. ഇലക്ട്രിക് ബസ്സിന്റെ പേരിൽ പരസ്പരം പോരടിക്കുന്ന മേയറും മന്ത്രിയും എല്ലാം യഥാർത്ഥത്തിൽ കാണേണ്ടത് ഈ ബസ്സുകൾ ഓടുന്ന വഴിയുടെ അവസ്ഥ കൂടിയാണ്. ഒന്ന് കാണാം. കാരണം ഈ റോഡ് നന്നാക്കാനുള്ള ഉത്തരവാദിത്വം കോർപ്പറേഷനുമുണ്ട്, സർക്കാരിനുമുണ്ട്. റോഡിന്റെ അവസ്ഥയല്ലേ ഏറ്റവും അവസ്ഥ വല്ലാത്ത ശോചനീയ അവസ്ഥ. ഒരു രക്ഷയില്ല. നടക്കാനും വയ്യ, ബസ്സിലും യാത്ര ഒന്നിലും പറ്റില്ല. ഒരു വാഹനത്തിലും ശരിയായ രീതിയിൽ പോകാൻ പറ്റും. ഇതിൽ വയസ്സായവർക്ക് കയറാൻ എളുപ്പമുണ്ട്. മറ്റേതാണെങ്കിൽ പൊക്കി വെച്ച് കയറണം. അത് മുട്ടുവേദന ഉള്ളവരാണെന്ന് 90% പേരും. അങ്ങനെ നോക്കുമ്പോൾ ഈ ബസ്സാണ് സുഖം. യാത്രക്കാർക്ക് ഈ ബസ് ഉപകാരപ്രദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ KSRTCക്ക് അന്നം തരുന്ന ഈ യാത്രക്കാരെ അനാവശ്യ പിടിവാശിയുടെ പേരിൽ ബുദ്ധിമുട്ടിക്കരുത്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.